കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ കുഴി രൂപപ്പെട്ടു എന്ന വാർത്ത അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ അരുൺ. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയാണിത്. KSTP റോഡാണ്. ഈ റോഡിലെ ചിത്താരി പാലത്തിലാണ് കുഴി രൂപപ്പെട്ടത്. ചിത്താരി പുഴയ്ക്ക് മുകളിലൂടെയുള്ള പാലമാണ്. ആ പാലത്തിൽ ആ ടാറിളകി കോൺക്രീറ്റ് തകർന്ന് അടിയിൽ പുഴ ഒഴുകുന്നത് കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ളൊരു അപകടാവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദേവിഞ്ചയിൽ മണ്ണിടിഞ്ഞതോടുകൂടി NH66 ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ആ പാതയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത KSTP റോഡിലൂടെ ഇപ്പോൾ ഈ കുഴി കാണുന്ന ഈ റോഡിലൂടെയാണ് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ നടക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം ഭാഗത്തേക്കൊക്കെയുള്ള ചരക്ക് വാഹനങ്ങൾ ഈ പാതയിലൂടെയാണ് പോകുന്നത്. ആ പാതയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ 100 കണക്കിന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് PWD അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്തതോടുകൂടി ഈ ടാറൊക്കെ തകരുന്നു. ഒപ്പം ഈ ടാർ ഇളകി, ഈ കോൺക്രീറ്റും ഇളകി അതിനടിയിൽ പുഴ ഒഴുകുന്നത് നമുക്ക് ദൃശ്യമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. അപകടം പതിയിരിപ്പുണ്ട്. എന്തായാലും ഈ പ്രദേശത്തെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വഴിയിലൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ എത്രയും വേഗം ഈ കുഴി അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.